ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 2 സെലക്ടേഴ്സ് ആണ്. ഓൾറെഡി നമ്മൾ 3 സെലക്ടേഴ്സിനെ കുറിച്ച് പഠിച്ചു. എലമെന്റ് ഓർ ടൈപ്പ് സെലക്ടർ, സെക്കൻഡ് വൺ ഈസ് ക്ലാസ് സെലക്ടർ, തേർഡ് വൺ ഈസ് ID സെലക്ടേഴ്സ്, ഫോർത്ത് വൺ ഈസ് ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ് എന്താണെന്ന് നോക്കും, യൂണിവേഴ്സൽ സെലക്ടർ എന്താണെന്ന് നോക്കും. ഓക്കെ, സോ ഫസ്റ്റ് ഈസ് ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഗ്രൂപ്പിംഗ് മീൻസ് ഗ്രൂപ്പ് ചെയ്യുക. അതായത് നമ്മൾ മൾട്ടിപ്പിൾ HTML എലമെൻസിനെ സെലക്ട് ചെയ്തിട്ട് അതിനെ ഒരുമിച്ച് എന്ത് ചെയ്യും, സ്റ്റൈൽ ചെയ്യും. ഓക്കെ, അത് യൂസ്ഡ് ടു സെലക്ട് മൾട്ടിപ്പിൾ എലമെൻറ്റ്സ് ആൻഡ് സ്റ്റൈൽ ദം ടുഗദർ. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് കോഡ് റെഡ്യൂസ് ചെയ്യാം, മീൻസ് ലൈൻസ് ഓഫ് കോഡ് റെഡ്യൂസ് ചെയ്യാം. മാത്രമല്ല എക്സ്ട്രാ എഫേർട്ട് നമുക്ക് കോമൺ സ്റ്റൈൽസ് ഡിക്ലെയർ ചെയ്യാനുള്ള എക്സ്ട്രാ എഫേർട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാം ഓരോ എലമെൻറ്റിന് വേണ്ടിയിട്ടുള്ള. സോ ഓരോ സെലക്ടേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഓരോ സെലക്ടറും is separated by a comma. Okay, each selector is separated by a comma. So in order to group selectors, each selector is separated by comma. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ അത് നോർമലി വരുന്നത്, ഇപ്പോൾ 3 സെലക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എച്ചും പിയും, 2 സെലക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ H1, P അങ്ങനെ സെലക്ടേഴ്സ് വരും. ദെൻ അതിൻ്റെ അകത്ത് പ്രോപ്പർട്ടിയും വാല്യൂ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും H1ഉം Pക്കും എന്താണ്, ആ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ HTML എലമെൻസിനെ ഗ്രൂപ്പ് ചെയ്ത് ഒരേ സ്റ്റൈൽ കൊടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ആകെ ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ടൈറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ സ്റ്റൈൽ കൊടുക്കാം. സോ അതിന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ H1 ഞാൻ ഗ്രൂപ്പ് ചെയ്യുന്നു, H2 ഗ്രൂപ്പ് ചെയ്യുന്നു, ദെൻ പിയും ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്താണ് ഞാൻ എന്ത് കൊടുക്കുന്നത്, പ്രോപ്പർട്ടിയും വാല്യൂം കൊടുക്കുന്നത്. അപ്പോൾ പ്രോപ്പർട്ടി ഞാൻ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുത്തു. ഓക്കെ, ടെക്സ്റ്റ് അലൈൻ സെൻറ്ററിന് കൊടുത്തു. പിന്നെ ഞാൻ കളറ് റെഡ് കൊടുക്കാം. ഓക്കെ, കളർ ഞാൻ റെഡ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടും കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ H1ഉം H2ഉം Pക്കും ഏത് സ്റ്റൈലാണ് ഞാൻ കൊടുത്തത്, ടെക്സ്റ്റ് അലൈൻ ഞാൻ സെൻറ്റർ കൊടുത്തു, പിന്നെ കളർ റെഡ് കൊടുത്തു. അപ്പോൾ H1ഉം H2ഉം Pയും ഞാനിവിടെ ഡിഫൈൻ ചെയ്യേണ്ട ബോഡിക്കകത്ത്. സോ H1 ഞാൻ കൊടുക്കുന്നു ഹെഡിങ്, ദിസ് ഈസ് ഹെഡിങ് ഞാൻ കൊടുത്തു. ഞാൻ H2 കൊടുത്തു, ദിസ് ഈസ് സെക്കൻഡ് ഹെഡിങ്. നെക്സ്റ്റ് ഞാൻ എന്താണ് P കൊടുത്തു, P, this is a paragraph. This is a paragraph. Okay, this is a paragraph. ഓക്കെ, അപ്പം ഈ H1ഉം ഇവിടുത്തെ H1, H2, P ഞാൻ അതിവിടെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, അപ്പം ഇതിനും മൂന്നിനും എന്താണ്, ടെക്സ്റ്റ് അലൈൻ എന്താണ്, സെൻറ്ററിൽ വരും, കളർ റെഡും വരും. നോക്കാം, സേവ് ചെയ്തു. യെസ്, അപ്പോൾ എന്താണ് ഈ അതായത് H1 ആണ് ഈ കാണുന്നത്, ദിസ് ഇസ് ഹെഡിങ്. H2 ആണ്, ദിസ് ഇസ് സെക്കൻഡ് ഹെഡിങ് ഇവിടെ കാണുന്നത്. ദെൻ P, ദിസ് ഇസ് പാരഗ്രാഫ്, അതാണ് ഇവിടെ കാണുന്നത്, ദിസ് ഇസ് പാരഗ്രാഫ്. സോ അപ്പം ഇതാണ് ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ്. ഇവിടെ 3 സെലക്ടേഴ്സ് ഉണ്ട്, H1, H2 ആൻഡ് P. 3 സെലക്ടേഴ്സിനെ കൊണ്ട് ഇവിടെ ഗ്രൂപ്പ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, അതിന് എന്നിട്ട്
അവരെ 3 പേരെ എന്താണ് ഒരുമിച്ച് സ്റ്റൈൽസ് ദം ടുഗദർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്തായിരിക്കും? ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡൻഡൻസി റെഡ്യൂസ് ചെയ്യും അല്ലേ. ഇവിടെ എനിക്ക് H1-നും H2-നും P-നും സെയിം കൊടുക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ H1-ന് മാത്രമായിട്ട് ഇത് കൊടുക്കേണ്ടി വരും, H2 മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരും, P മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടി വരും. ഇവിടെ ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സിൻ്റെ കോൺസെപ്റ്റ് വെച്ച് എനിക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കോഡ് റിഡൻഡൻസി കുറയും. കാരണം മൾട്ടിപ്പിൾ സെലക്ടേഴ്സിന് സെയിം സ്റ്റൈൽ യൂസ് ചെയ്യാമല്ലോ. ഇനി പിന്നെ മോർ റീഡബിൾ ആണ് ആൻഡ് ഈസി ടു മെയിൻറ്റെയിൻ ആണ്. ദെൻ ഇവിടെ ഒരു സിംഗിൾ റൂള് മതി. ഇപ്പോൾ ടെക്സ്റ്റ് അലൈൻസിൻ്റെ കളർ റെഡ് എന്ന് പറഞ്ഞാൽ സിംഗിൾ റൂള് മതി എന്തിനും മൾട്ടിപ്പിൾ എലമെൻറ്റ്സിന് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ റെപ്പിറ്റേറ്റീവ് CSE പാസിങ് കുറയും. ഓക്കെ, എന്നുവെച്ചാൽ CSS നമ്മൾ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരത്തില്ല. സോ ദിസ് ഇസ് ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ്. Then last one is universal selector. യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ ആണ്. നമ്മൾ ക്ലാസ്സിനാണെങ്കിൽ ഡോട്ട് യൂസ് ചെയ്യും, ID സെലക്ടറിനാണെങ്കിൽ ഹാഷ് യൂസ് ചെയ്യും, ദെൻ യൂണിവേഴ്സലിനാണെങ്കിൽ നമ്മൾ സ്റ്റാർ യൂസ് ചെയ്യും. സോ വാട്ട് ഈസ് യൂണിവേഴ്സൽ സെലക്ടർ? യൂണിവേഴ്സൽ സെലക്ടർ ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ദിസ് asterisk, that is star symbol. It selects everything in the document. എല്ലാം നമ്മൾ ഡോക്യുമെൻ്റ് അകത്ത് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം സെലക്ട് ചെയ്യും. മീൻസ് എല്ലാ എലമെൻസിനെയും, വെബ് പേജിൻ്റെ അകത്തുള്ള എല്ലാ എലമെൻസിനെയും സെലക്ട് ചെയ്യും. ഇറ്റ് ഈസ് ചേഞ്ച്ഡ് യൂസിങ് എ ഡിസെൻഡൻറ്റ് കോമ്പിനേറ്റർ സെലക്ട്സ് എവറിത്തിങ് ഇൻസൈഡ് ദാറ്റ് ആൻസിസ്റ്റർ എലമെൻറ്റ്. അത് നമ്മൾ നോർമലി അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ വിത്തിൻ ബ്രേസസ് പ്രോപ്പർട്ടി കോളൻ വാല്യൂ, അതാണ് അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഈ ഗ്രൂപ്പിംഗ് ഞാൻ മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ സ്റ്റാർ ബ്രേസ് ഓപ്പൺ ചെയ്യുക, ദെൻ പ്രോപ്പർട്ടി വാല്യൂ, property value. So ഞാനിവിടെ കളർ റെഡ് എന്ന് കൊടുത്തു, ദെൻ ഞാൻ ബോർഡർ കൊടുത്തു, ബോർഡർ 5px എന്ന് കൊടുത്തു. ഞാൻ then background color ഞാൻ ബീജ് കൊടുത്തു. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ സ്റ്റാറിൻ്റെ അകത്ത് അപ്പം എല്ലാ എലമെൻസിനും ഇത് അപ്ലൈ ആകും എന്നാണ് പറയുന്നത് അല്ലേ. ജസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ H1-ഉം കൊടുത്തു, H2-ഉം കൊടുത്തു, P-യും കൊടുത്തു. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ എന്താ വന്ന ബാക്ക്ഗ്രൗണ്ട്, അപ്പം ഇതിൻ്റെ അകത്ത് കളർ റെഡാണ്. അപ്പം എല്ലാം മൂന്നെണ്ണത്തിന് കളർ റെഡ് വന്നു. കാരണം ഈ സ്റ്റാർ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള എല്ലാ HTML എലമെൻസിനും അത് ആപ്ലിക്കബിൾ ആണ്. ഈ ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സും ഏകദേശം സിമിലർ ആണ്. ഓക്കെ, പക്ഷെ ഗ്രൂപ്പിംഗ് സെലക്ടേഴ്സ് ആണെങ്കിൽ വി നീഡ് ടു സ്പെസിഫൈ ഈച്ച് സെലക്ടർ സെപ്പറേറ്റഡ് ബൈ കോമ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് സ്റ്റാർ കൊടുത്താൽ മതിയാവും. ദിസ് ഈസ് എ ഹെഡിങ്, അത് കളർ റെഡ്. പിന്നെ ബോർഡർ ഇപ്പോൾ 5px എന്ന് മാത്രമേ കൊടുത്തുള്ളൂ, അതുകൊണ്ടാണ് ഒന്നും വരാത്തത്. ജസ്റ്റ് ഒരു കളറും കൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ സോളിഡ് ഗ്രീൻ എന്ന് കൊടുത്തു, സേവ് ചെയ്തു. സോ എന്ത് വന്നു? യെസ്, ഓരോന്നിനും ബോർഡർ വന്നു. നോക്കിക്കേ, ഈ ഹെഡിങ്ങിന് ബോർഡർ വന്നു, ദിസ് ഇസ് സെക്കൻഡ് ഹെഡിങ്, അതിന് ബോർഡർ വന്നു, ദിസ് ഇസ് പാരഗ്രാഫ്, അതിന് ബോർഡർ വന്നു.
സോ ബോർഡർ 5px സോളിഡ് ഗ്രീൻ എന്ന് പറയുമ്പോഴത്തേക്കും ജസ്റ്റ് ബോർഡർ കൊടുത്ത വരത്തില്ല, ഇങ്ങനെ തന്നെ കൊടുക്കണം. വേറെ ഒരു കളറാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ ബ്ലൂ. സോറി, സോറി, ബ്ലൂ കളർ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. യൂണിവേഴ്സൽ സെലക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അപ്ലൈ ജനറൽ സ്റ്റൈൽസ് ആയിരിക്കും അക്രോസ് എൻ്റർ ഡോക്യുമെൻറ്റ് ജനറൽ സ്റ്റൈൽസ് ആയിരിക്കും. ഡിനോട്ട് ചെയ്യുന്നത് സ്റ്റാർ സിമ്പിളാണ്. വിത്തിൻ ബ്രാക്കറ്റ് പ്രോപ്പർട്ടി കോളൻ വാല്യൂ. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ബീച്ച്. ഓക്കെ, അതാണ് ബീച്ച് കളർ വന്നത്. ദെൻ അതിൻ്റെ ഫോണ്ട് കളറാണ് റെഡ് എന്ന് പറയുന്നത്. ബോർഡർ 5px സോളിഡ് ബ്ലൂ. സോ ഇപ്പോൾ ഇത്രയും സെലക്ടേഴ്സാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് എലമെൻറ്റ് ഓർ ടൈപ്പ് സെലക്ടർ, സെക്കൻഡ് വൺ ഇസ് ക്ലാസ് സെലക്ടർ, തേർഡ് വൺ ഇസ് ID selector, fourth one is grouping selector, fifth one is universal selector. Okay.